ഹായ്. എന്നോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത്. വെളിപാട് പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ പോയിട്ട് വിശുദ്ധർക്കെതിരെ അവർക്കെതിരെ എല്ലാം കാര്യങ്ങൾ പറയുക, മിറ്റം അളക്കുക, കാര്യങ്ങൾ എല്ലാം എന്നോട് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര പേര് പ്രതികരിക്കും എന്നറിയാമെന്നും യേശു പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് വീഡിയോ ഇട്ടു. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കറിയാം ഇതെല്ലാം ഞാൻ ക്രിസ്ത്യ സഭയിലുള്ള വിശ്വാസം എല്ലാം ശരിയാണെന്ന് അറിയാം. പക്ഷെ ഞാനൊരു കള്ളം പറയുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് എത്ര പേര് പ്രതികരിച്ചു? ക്രിസ്ത്യൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന കാലഘട്ടം എടുത്തു. നമ്മുടെ യുവജനങ്ങളുടെ കാര്യം തന്നെ നോക്കും. സോഷ്യൽ മീഡിയ ഭരിക്കുന്ന മുഴുവൻ യുവജനങ്ങളാണ്. 12 വർഷം കാറ്റഗറിസം പഠിച്ചു, അതും KCYM-ലുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നിട്ട് എത്ര പേര് പ്രതികരിച്ചു? ആകെ 10,000-2000 പേര് കണ്ടാൽ കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു 200 പേരിലും ക്രിസ്ത്യൻസ്. അതിൽ 2-3 പേര് മാത്രമേ പറഞ്ഞുള്ളൂ. അതിലും ക്രിസ്ത്യൻസ് തന്നെ എതിരായിട്ടും വന്നിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പത്രോസ് വഴി ഒരു സഭ സ്ഥാപിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലും നമ്മൾ ശരീരങ്ങളോട് കൂടിയാണ് ഈ ജീവിക്കാൻ പോകുന്നത്. അപ്പം അവിടെ ഒരു സഭയുണ്ട്. നന്നായിട്ട് ജീവിക്കുന്നതനുസരിച്ച് നമ്മൾ ദൈവത്തിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അല്ലാത്തവൻ ഇങ്ങനെ സ്വർഗത്തിൽ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം, 4-ാം സ്വർഗം എന്ന് പറഞ്ഞ് ഇനോക്കിൻ്റെ പുസ്തകത്തിൽ കറക്റ്റായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിൽ 1-ാമത്തെ സ്വർഗത്തിലുള്ളത് യേശു, 2-ാമത്തെ സ്വർഗം വരെ മാതാവിൻ്റെ ഇതുകൂടെ കാണും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ യേശുവിനോട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുകയോ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ വിശുദ്ധർ വഴിയാണ്. അവരാണ് ഇനി ഇറങ്ങി നമ്മുടെ ഇടയിലൂടെ വരാൻ പോകുന്നത്. അതിനാണ് നമ്മൾ വിശുദ്ധരോട് മധ്യസ്ഥം വഹിക്കുന്നത് എന്നും പറഞ്ഞ് രൂപങ്ങളോ മറ്റോ ഒന്നും ആരാധിക്കരുത്. കുരിശും തിരുശേഷിപ്പും തിരുരക്തവും തിരുശരീരവും മാത്രമേ വണങ്ങാവൂ എന്ന് പറഞ്ഞു. വിശുദ്ധരുടെ തിരുശേഷിപ്പ് വണങ്ങാം, കാരണം അത് അവരുടേതാണ്. അതല്ലാണ്ട് നമ്മൾ ഒരു രൂപം കൊണ്ട് വെച്ചിട്ട് അത് വണങ്ങരുതെന്ന് പറഞ്ഞു. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നൊവേനയും കാര്യങ്ങളും എല്ലാം ചൊല്ലണം. ഒന്നിനും മാറ്റം വരുത്താൻ പാടില്ല. കാരണം സഭയുടെ നിയമമാണ്. പത്രോസ് വഴി ദൈവം കൊണ്ടുവന്ന സഭയുടെ നിയമമാണ്. ഇതെല്ലാം നീ എന്നതൊക്കെ ഈ മടതരെ വിളിച്ചു പറയുന്നതായിരിക്കും. പക്ഷേ വെളിപാട് പുസ്തകത്തിൽ കൃത്യമായിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുക. ആ സഭകൾക്ക്, സ്മിർനായിലെ, എഫേസോസിലെ സഭകൾ, ഇങ്ങനെ സഭകൾക്ക് എഴുതി വെച്ചിരിക്കുക. ഞാനും വിശ്വസിക്കാണ്ടിരുന്നതാണ്. എൻ്റെ പേഴ്സണൽ ലൈഫ് ഇത് നമുക്കിവിടെ സ്പാർക്ക് അടിക്കില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിരിക്കണേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് 12-ാം വാക്യമുണ്ട് 1-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പറേ സഭകൾക്ക് എഴുതുക എന്നും പറഞ്ഞിട്ട് എഫേസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. വലത് കയ്യിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപകങ്ങൾക്ക് മധ്യം നടക്കുന്ന ഇപ്രകാരം പറയുന്നു. അതാണ് 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എൻ്റെ വലത് കയ്യിൽ നീ കാണുന്ന 7 നക്ഷത്രങ്ങളും 7 സ്വർണ്ണപീഠങ്ങളുടെ രഹസ്യം ഇതാണ്. അതായത് യേശുവിൻ്റെ വലത് കയ്യിലാണല്ലോ അതുള്ളത്. ആ 7 നക്ഷത്രങ്ങളും വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ, അതാണ് യേശു. ഇപ്രകാരം പറയുന്നു പറഞ്ഞിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അതുപോലെ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുക. വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ സ്മിർനായിലെ സഭയ്ക്ക് ദൂതൻ എഴുതുക. ആദ്യം അന്ത്യവുമായവൻ, മരിച്ചവൻ എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു. അത് തന്നെയാണ് ഈശോ. എന്നിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് എഴുതി വെച്ചിരിക്കുക. അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് എൻ്റെ പേഴ്സണൽ ലൈഫ്. അപ്പോൾ എനിക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. പിന്നെ പെർഗാമോയിലെ സഭയ്ക്ക് എഴുതുക. മൂർച്ചയേറിയ ഇരുതലവാളുള്ളവൻ പറയുന്നു. അത് ഇവിടെ 1-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുതലവാൾ. ആ ഇരുതലവാളുള്ളത് ആരാ? യേശു. ആ യേശു പറയുന്നു പറഞ്ഞ് എൻ്റെ പേഴ്സണൽ ലൈഫ് പിന്നെ എഴുതി വെച്ചിരിക്കുക ഇവിടെ. മനസ്സിലായി? തിയത്തറയിലെ സഭയ്ക്ക് എഴുതുക. അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുതൻ അരുളി ചെയ്യുന്നു. ആണ് 14-ാം വാക്യത്തിൽ, 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ്റെ നയനങ്ങൾ തീജാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുളിയ പിച്ചള പോലെയും. അത് യേശു. അത് തന്നെയാണ് യേശുവിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ്. എന്നിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് പിന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ 7 സഭകൾക്ക് എഴുതിയിരിക്കുന്നതിനകത്ത് കൃത്യമായിട്ട് യേശു പറയുന്നതായിട്ട് കൃത്യമായിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് എഴുതി വെച്ചിരിക്കുക. അതെന്നെ ആർക്കും മനസ്സിലാവത്തില്ല. അതുപോലെ എൻ്റെ പേഴ്സണൽ ലൈഫ് എഴുതി വെച്ചിരിക്കുക. അതാണ് ഞാൻ ഇത്രയും വിശ്വസിക്കാൻ കാരണം. മനസ്സിലായില്ലേ? ഞാനും ഒട്ടും വിശ്വസിക്കാണ്ടിരുന്ന ഒരാളായിരുന്നു. പിന്നെ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇപ്പം ഇവിടെ കൊന്തയും കാര്യങ്ങളും എല്ലാം ചൊല്ലി വണങ്ങുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, പക്ഷെ നമ്മൾ അതുപോലെ പരിശുദ്ധരായിരിക്കണം. മനസ്സിലായില്ലേ? അല്ലാത്തവർ നമ്മൾ മധ്യസ്ഥം വഹിക്കുന്നതാണ് അവർ വഴി. അതായത് ഇപ്പം മാതാവിനോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ അത് കേൾക്കാണ്ടിരിക്കില്ല, ഈശോ അത് കേൾക്കും. മനസ്സിലായില്ലേ? സ്വർഗരാജ്യത്തിൽ നമ്മളിനെ കാണാൻ പോകുന്നത് അത്രയും കുറച്ച് തെറ്റൊക്കെ ചെയ്യുന്നവർ മാതാവിനെ കാണും, മാതാവിൻ്റെ കൂടെ നിൽക്കും. അവർ എന്തെങ്കിലും ഒരു കാര്യം മാതാവിനോട് പറഞ്ഞാൽ അത് ഈശോയോട് സ്വർഗരാജ്യത്തിൽ മാതാവ് ചെന്ന് പറയും. അങ്ങനെ ഈശോ അത് സാധിച്ചു തരും. മനസ്സിലായില്ലേ? അതേസമയം താഴ്ത്തട്ടിലുള്ളവർക്കാണ് വിശുദ്ധരും കാര്യങ്ങളും എല്ലാം.
അപ്പം അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരിക്കലും നിങ്ങൾ അസുഖം മാറണേ, അത് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ അതൊന്നും അതേപോലെ നടക്കത്തില്ല. എല്ലാം തന്ന അഹങ്കരിക്കും. ഫ്യൂച്ചറിലേക്ക് നല്ലത് പതിയെ പതിയെ തരും. നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനകളും പിന്നെ നമ്മുടെ പ്രവൃത്തികൾക്കും അനുസരിച്ചായിരിക്കും നമുക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. നല്ല പ്രവൃത്തികളും സ്നേഹവും ദാനധർമ്മവും ഇതൊന്നും മറ്റാരും കാണാതെ ചെയ്യണം. കണ്ടു ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ കിട്ടുമായിരിക്കും, പക്ഷെ സ്വർഗത്തിൽ നമുക്കൊന്നും കാണില്ല. കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി കാണിച്ചുകൊണ്ട് ചെയ്തു, മനസ്സിലായില്ലേ? അതാണ് ഈ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അവർ വ്യൂസിന് വേണ്ടി ഓരോരുത്തർക്ക് ദാനധർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അവർക്ക് കുറേ വ്യൂസ് കിട്ടുന്നു, അവർക്ക് പ്രതിഫലം വേറെ സ്വർഗത്തിൽ ലഭിക്കുന്നില്ല. നമ്മൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ കാണാണ്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. നമ്മൾ ഈ ലോകത്തെ കാണിക്കാനല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടി, ദൈവത്തെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഇനി സ്വത്തും മറ്റും വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഇടവകയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും കൃത്യമായ ആവശ്യങ്ങൾക്കുള്ളവർക്കായിട്ട് കൊടുക്കാൻ പറഞ്ഞു. 60-70 വർഷം സൂചിച്ച് ജീവിക്കണോ അതോ നിത്യാനന്ദത്തിൽ നിത്യജീവനിൽ ജീവിക്കണോ, നന്നായിട്ട് ജീവിക്കണോ എന്ന് ചോദിച്ചു. പിന്നെ വചനം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഓൾറെഡി പറഞ്ഞു. ഇനി അത് തെറ്റിക്കുന്ന ക്രിസ്ത്യൻസ് ശരീരങ്ങളോട് കൂടി നരകത്തിൽ പോകും. കാരണം ഓൾറെഡി വചനം പറഞ്ഞു. അറിയത്തില്ലാതെ നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നമായിരിക്കും. കാരണം ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്താൽ നമ്മളോട് ആരും ക്ഷമിക്കത്തില്ലല്ലോ, അറിയാണ്ട് ചെയ്യുകയാണെങ്കിൽ ക്ഷമിക്കില്ല. ഓൾറെഡി വചനം 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അതുകൊണ്ട് ബൈബിൾ കൃത്യമായിട്ട് വായിക്കുക. ഈ കാലഘട്ടങ്ങളിൽ കുറേ ആൾക്കാർ വഴി തെറ്റിക്കാനായിട്ട് വരും. ഈ ധ്യാനങ്ങളിൽ അത് നന്നാക്കുന്നു, കൈ നന്നാക്കുന്നു, കാല് നന്നാക്കുന്നു, അതൊക്കെ ഫേക്കാണ്, മനസ്സിലായില്ലേ? അതൊന്നും നടക്കത്തില്ല. അത് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം, അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, മനസ്സിലായില്ലേ? അതായത് ഇപ്പം നമ്മൾ കാല് നന്നായി അത് നന്നായി എന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്. അതാണ് ദൈവം പറഞ്ഞ് യോന പ്രവാചകൻ്റെ ശേഷം നീ ഇനി ഒരു അത്ഭുതങ്ങളും കാണത്തില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ അത്ഭുതങ്ങളെല്ലാം കാണുവാണെങ്കിൽ നമ്മൾ അത് കണ്ടല്ലേ വിശ്വസിക്കാൻ പോകുന്നത്. അതൊരിക്കലും ഇനി നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ധ്യാനങ്ങളിൽ അവിടെ ഇവിടെ എല്ലാം ഈ രോഗശാന്തി അത് ഇതെന്ന് പറഞ്ഞാൽ അതെല്ലാം ഫേക്കാണ്. പിന്നെ സ്വർഗരാജ്യത്തിൽ എല്ലാം പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുരിശ് മാത്രം പള്ളി വെക്കാൻ പറഞ്ഞു. കുരിശാണ് ഏകരക്ഷ, വണങ്ങിക്കോ. പിന്നെ തിരുവോസ്തിയിലും തിരുരക്തത്തിലും തിരുശേഷിപ്പിലും വണങ്ങിക്കോ. വിശുദ്ധരുടെ ആണെങ്കിൽ തിരുശേഷിപ്പ് വെച്ചോ, നൊവേന ചൊല്ലിക്കോ, തിരുശേഷിപ്പ് വയ്ക്ക്. പ്രോപ്പറായ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിക്കരുത്. അത് കാരണമാണ് എല്ലാവരും ക്രിസ്ത്യാനിറ്റീനെ ബാക്കിയുള്ള മതങ്ങളെ പോലെ ആയിട്ട് കാണുന്നത്, മുസ്ലിംസ് കാര്യങ്ങളെല്ലാവരും. അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അച്ഛന്മാർ ദൂർത്തും മറ്റും ആഡംബര ജീവിതവും ഉള്ളവരെ മിഷനറി പ്രവർത്തനത്തിന് വിടാൻ പറഞ്ഞു. അവസാന നാളുകളിൽ അവർക്ക് പശ്ചാത്തപിക്കാനായിട്ടൊരു അവസരം നൽകിയിരിക്കുക. ഇടവകയിലുള്ള അച്ഛനോട് രാവിലെ ഉച്ചയ്ക്കും പള്ളിയിൽ നിന്ന് ഫുഡ് കഴിച്ചോ. അത്താഴം ഓരോ ദിവസവും ഓരോ വീടുകളിലും ജപമാല ചൊല്ലി അവരോടൊപ്പം കാര്യങ്ങൾ ഷെയർ ചെയ്ത് അത്താഴം അവിടുന്ന് കഴിക്കാൻ പറഞ്ഞു. അവരുടെ ആവശ്യം അറിഞ്ഞ് അടുത്ത വീട്ടിലായിരിക്കുമ്പോൾ ആവശ്യക്കാരുടെ പേര് പറയണ്ട. ദാനധർമ്മത്തിന് ഒരുങ്ങിയിരിക്കുന്നവർ വരുന്നുണ്ടെങ്കിലും അവർക്ക് അതിനാകുന്നതനുസരിച്ച് ആവശ്യക്കാർക്ക് വീതിക്കാനും സാധിക്കും. അതായത് നമുക്കൊരു കമ്മ്യൂണിറ്റി, നമുക്കൊരു യൂണിറ്റി ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇപ്പം ഒരച്ഛൻ ഏത് നേരവും പള്ളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണോ അതോ ഒരു നേരം രാത്രിയിൽ മറ്റ് ഇടവകയിലുള്ള വീടുകളിൽ പോയി അവരുടെ ഒപ്പം പങ്കുചേർന്ന് അവരുടെ ആവശ്യം അനുസരിച്ച് ജപമാലയം കഴിഞ്ഞ് അവരുടെ കൂടെ ഫുഡ് കഴിച്ച് ഷെയർ ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് ഇങ്ങനെ ഓരോ ദിവസം ഓരോ വീടുകളിൽ പോകുന്നതനുസരിച്ച് നമ്മുടെ ഇടവകയ്ക്ക് ഒരു കൂട്ടം വരും. ആ കൂട്ടത്തെ ഇടവകനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഇടവക വികാരിനെ വെച്ചിരിക്കുന്നത്, മനസ്സിലായേ? ഇടവക വികാരി എന്ന് പറഞ്ഞാൽ ഈശോയുടെ പ്രതിനിധിയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അച്ഛന്മാർ വരുന്നു, കുറച്ച് പൈസ ഉള്ളവരുടെ കാര്യങ്ങൾ അത് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിലോട്ട് മാറി നിൽക്കുകയാണ്. അത് പറഞ്ഞു. നമുക്ക് അവസാന നാളുകളിൽ ഐക്യമാണ് വേണ്ടത്. ഇതൊന്നും ചെയ്യാത്ത അച്ഛന്മാരോട് അന്ത്യവിധി ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞു. കാരണം നീ എൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ട് നീ അവിടെ സൂചിച്ച് കളിച്ച് ജീവിച്ചു. നിന്നെ ഞാൻ എന്തിനാണ് അയച്ചത്? ഇടവകയിലുള്ള പാവങ്ങളുടെയും മറ്റും കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയാണ് നിന്നെ അയച്ചത്. അത് തന്നെയല്ലേ ഈശോ വന്നിട്ട് ചെയ്തത്. ഈശോ വന്നിട്ട് പാപികളുടെയും എല്ലാവരുടെയും കൂടി ഇരുന്ന് അവരുടെ കൂടെ. പിന്നെ പെരുന്നാളും മറ്റും ആഘോഷിക്കണം. ഇടവകയുടെ ദിവസമാണത്. കച്ചവടങ്ങൾ മാക്സിമം പള്ളിയുടെ 50 മീറ്ററിലും കുറഞ്ഞ മാറ്റി വയ്ക്കണം പെരുന്നാളിൻ്റെ സമയത്ത്. കാരണം നമ്മൾ സാധനങ്ങൾ വാങ്ങാനല്ല വരും, നമ്മൾ ആഘോഷിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി വരുന്നത്. തിരുനാൾ ആഘോഷിക്കാനും പ്രാർത്ഥിക്കാനുമാണ് വരുന്നത്. പിന്നെ കാറ്റീസും ഉണരണം. ഇപ്പം പണ്ടത്തെ പോലെ കാറ്റീസും കാര്യങ്ങളൊന്നുമില്ല, അത്ര നന്നായിട്ട് നടക്കുന്നില്ല. മാക്സിമം ഫോൺ അന്നേ ദിവസം ഉപയോഗിക്കാതിരിക്കുക. ഉപവസിക്കാൻ പറ്റുന്നവർ ഉപവസിച്ച് വരിക. എന്നിട്ട് കുർബാന കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക. ഫുഡായിട്ട് വരിക കുട്ടികൾ. എന്നിട്ട് ഒരു 30-40 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക, അവർ ഫുഡ് കഴിക്കുക. കുട്ടികളുടെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അവർ കൂടുതൽ അവർക്ക് കൂട്ടുകാരോട് കൂടുതൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ. അവർക്ക് സൺഡേ എന്ന് പറയുന്നത് പഴയ കാലഘട്ടങ്ങളിൽ നമുക്ക് അത്യാവശ്യം ഒരു 2002 വരെയൊക്കെ ജനിച്ചവർക്കറിയാം എങ്ങനെയാണ് പള്ളികൾ പോയിക്കൊണ്ടിരുന്നതെന്ന്. ആ ഒരു യൂണിറ്റി അവർക്ക് വരും. അവർ കൂടുതൽ ഷെയർ ചെയ്യും പിള്ളേരോട്. അന്ന് ദിവസം ഫോണൊക്കെ യൂസ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അതുവഴി നമുക്ക്
നമ്മുടെ തലമുറയെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അത് മാതാപിതാക്കളോടായിട്ട് പറഞ്ഞു. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ ബൈബിളിൻ്റെ വിശദീകരണം തരുന്നുണ്ട്. ഇതിനകത്ത് കുറേ എല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കിത് പറയുകയാണെങ്കിൽ ടൈം വേണം. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിട്ട് ഇങ്ങനെ അധികം ഇങ്ങനെ പറയില്ല. കാരണം മറ്റ് മതസ്ഥരും കാര്യങ്ങളുണ്ട്, അവർക്ക് ഗ്രഹിക്കത്തില്ല അവരെന്നാ കാണിച്ചു കഴിഞ്ഞാലും. അപ്പം കൂടുതലും ഞാൻ ഇനി യൂട്യൂബിലോട്ടായിരിക്കും ഇടാൻ പോണേ.